തിരിച്ചറിവ് എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ. അറിവ് മാത്രമല്ല, തിരിച്ചറിവ്. എവിടെ എങ്ങനെ എപ്പോ ആരോട് ആരുടെ മുന്നിൽ വെച്ച് പലതും ചെയ്യണമെന്നുള്ള നമ്മുടെ അറിവുണ്ടല്ലോ. അപ്പോൾ ഇയാൾ ശരിയില്ല എന്നാലും അയാളുടെ പിന്നാലെ പോകുന്ന കുറേ ആൾക്കാരുണ്ടാവും. അത് താൽക്കാലികമായിട്ടുള്ള ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും. അത് പിന്നെ എനിക്ക് തിരിച്ചടിക്കും എന്ന് തോന്നുമ്പോൾ അത് തിരിച്ചറിയുക. ഭഗവാൻ ഇല്ല എന്ന് വാദിക്കുന്നവർ യുക്തിവാദികളും വിശ്വസിക്കുന്നവർക്ക് നേരെ ഓപ്പോസിറ്റുമാണ്. അത് തെറ്റാണ്. ഈ യുക്തി എന്തിനാണ്? ദൈവത്തിന്റെ കാര്യത്തിൽ മാത്രം. ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യുക അത് അറിയാണ്ട് ഞാൻ കഴിക്കില്ല. യുക്തിവാദി കഴിക്കരുത്, എന്നാലും ഭക്ഷണം കഴിക്കരുത്, അറിഞ്ഞിട്ടേ കഴിക്കാവൂ. എല്ലാത്തിനും യുക്തി കാണണ്ടേ. 2+2 = 4 എന്ന് പഠിക്കുന്നത് ബുദ്ധിയുള്ളവർക്ക് അത് പഠിക്കാം. പക്ഷെ അയാളോട് ചോദിച്ചു വിചാരിക്കും 2+2 എങ്ങനെയാ 4 ആയത്? ബുദ്ധിയാണോ യുക്തിയാണോ വേണ്ടത്? നമ്മൾ സാധാരണ പറയാറുണ്ട് കോമൺ സെൻസ് ഈസ് റെയർ എന്നൊക്കെ. പക്ഷെ ജീവിതത്തിൽ പ്രാക്ടിക്കലി നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ബുദ്ധിയാണോ വേണ്ടത്, യുക്തിയാണോ വേണ്ടത്? ബുദ്ധി എന്ന് പറയുന്നത് ഓർമ്മ, കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും മറ്റൊരാൾ പറയുന്നത് ബുദ്ധിയിൽ സൂക്ഷിച്ചു വെക്കുക എന്ന് പറയും. അത് പഠിക്കാനുള്ള കഴിവാണ്. യുക്തി എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ജുഗാഡ് എന്നൊക്കെ പറയും ഹിന്ദിയിൽ. ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ സൊല്യൂഷൻ, ഡിസിഷൻ എടുക്കുക. അതിന് നല്ല യുക്തി വേണം. പക്ഷെ ബുദ്ധി ഉണ്ടെങ്കിലല്ലേ ഇത് പരസ്പര പൂരകങ്ങളല്ലേ? അത് രണ്ടും ഉണ്ടെങ്കിൽ ദ ബെസ്റ്റ്. പക്ഷെ അതിലൊന്നു മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. യുക്തി വേണമെങ്കിൽ ജീവിത അനുഭവങ്ങൾ വേണം എന്ന് പറയാറില്ലേ? ഒരു ഉദാഹരണത്തിന് 2+2 = 4 എന്ന് പഠിക്കുന്നത് ബുദ്ധിയുള്ളവർക്ക് അത് പഠിക്കാം. പക്ഷെ അയാളോട് ചോദിച്ചു വിചാരിക്കൂ 2+2 എങ്ങനെയാ 4 ആയത്? അതിനൊരു എക്സാമ്പിൾ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് യുക്തി വേണം. അപ്പോൾ യുക്തി നല്ലപോലെ ഉപയോഗിച്ച് അതിനെ റിഫൈൻ ചെയ്ത് ബുദ്ധിയെ കുറച്ചും കൂടി കൂർമ്മബുദ്ധിയായിട്ട് മാറ്റാൻ പറ്റും. ബുദ്ധിയും കൂർമ്മബുദ്ധിയും വ്യത്യാസമുണ്ട്. ഇപ്പോൾ റിസർച്ചർക്ക് ആവശ്യം ബുദ്ധിയെക്കാളും കൂടുതൽ യുക്തിയാണ്. കാരണം പുതിയ പ്രോബ്ലമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചത് ഓർമ്മയിൽ വെക്കാനുള്ള കഴിവ് ബുദ്ധിയാണ്. പക്ഷെ ആരും പഠിപ്പിക്കാത്ത സംഭവമാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോണത്. ശരി. അപ്പോൾ അതിന് പഴയ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയുമെങ്കിൽ അതിൽ നിന്നൊരു ഡിഡക്റ്റീവ് പ്രോസസ്സിലേക്ക് എനിക്ക് എത്താൻ പറ്റും. പക്ഷെ അതെനിക്ക് റെഫർ ചെയ്യാം, എൻ്റെ ഓർമ്മയിൽ വേണമെന്നില്ല. ബുദ്ധിക്ക് നല്ല ഓർമ്മ വേണം, യുക്തിക്ക് ഓർമ്മ വേണ്ട. പക്ഷെ ഇതിനേക്കാളും കടുപ്പത്തിൽ പറയുന്ന ചില വാക്കുകൾ, നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത് ഒറ്റ ബുദ്ധിയാണല്ലോ ഇപ്പോൾ പറയാറുള്ളത്. വിവേചന ബുദ്ധി എന്നൊരു ബുദ്ധിയുണ്ട്. അപ്പോൾ വിവേകത്തോടു കൂടി പെരുമാറാം. ഒരാൾ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷെ ആ സമയത്ത് അത് വരില്ല. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പ്രസൻസ് ഓഫ് മൈൻഡ് നല്ലപോലെ വേണം എന്ന് പറയും. അയാൾക്ക് അറിയണതാണ്, ബുദ്ധിയൊക്കെ ഉണ്ട്, സംഭവമൊക്കെ അറിയാം, പക്ഷെ അവിടെ അറിയില്ല. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയില്ല. അത് ചോദ്യം ചോദിക്കേണ്ടതുപോലെ എഴുതി പഠിച്ച് വെച്ചാൽ മാത്രമേ അറിയുള്ളൂ. അത് തിരിച്ചു ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ പഠിച്ചു, ഇപ്പോഴുള്ള മലയാളം ടെക്സ്റ്റ് ബുക്ക് അങ്ങനെയല്ല. തറ എന്ന് എഴുതാൻ പഠിച്ചു, പറ എന്ന് എഴുതാൻ പഠിച്ചു. തറ എന്ന് പഠിച്ചു, പറ എന്നും പഠിച്ചു. പത എന്ന് എഴുതാൻ പറഞ്ഞാലോ പഠിച്ച 2 ലെറ്ററുകളാണ്, പക്ഷെ അത് കൂട്ടിച്ചേർത്തിട്ട് പത എന്ന് എഴുതാൻ അറിയുമ്പോഴാണ് അയാൾക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് ഉള്ളത്. ബുദ്ധിയുടെ ആപ്ലിക്കേഷനാണോ? ആപ്ലിക്കേഷനാണ്. അല്ല, ആപ്ലിക്കേഷൻ അതാണ് ഞാൻ പറഞ്ഞത്. റിഫൈൻ ചെയ്ത് ബുദ്ധി കുറച്ച് വേണം. അത് കുറച്ചും കൂടി റിഫൈൻഡ് ആക്കുന്നത് യുക്തിയോട് റിഫൈൻഡ് ആക്കുമ്പോൾ നമുക്കത് വരും. ഈ ഞാനിപ്പോൾ പറഞ്ഞ പ്രസൻസ് ഓഫ് മൈൻഡാണ്. തറ എന്ന് എഴുതുമ്പോൾ താ എന്ന വാക്കിൽ തായുണ്ടെന്നും തറയിൽ തായുണ്ടെന്നും പതയിൽ പായുണ്ടെന്നും രണ്ടും കൂടി ചേർത്ത് പത എന്ന് എഴുതാൻ ഉള്ള ഒരു ബോധം നമുക്കുണ്ടാകുമ്പോൾ, അതായത് ഈ രണ്ടുപേര് തമ്മിൽ തർക്കിക്കുമ്പോൾ നമ്മൾക്ക് ബുദ്ധി ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാതെ അയാളോട് തർക്കിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള യുക്തി ഉപയോഗിക്കണം. അല്ല, അത് പ്രസൻസ് ഓഫ് മൈൻഡാണ് ഞാൻ പറഞ്ഞത്. എവിടെ എങ്ങനെ എപ്പോൾ ആരോട് ആരുടെ മുന്നിൽ വെച്ച് പലതും ചെയ്യണമെന്നുള്ള നമ്മുടെ അറിവുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഓരോ പ്രതിസന്ധി വരുന്ന സമയത്ത് യുക്തി വേണം, കുറച്ച് ബുദ്ധിയും വേണം. എവിടെ അത് ഉപയോഗിക്കണം എന്നുള്ള അറിവിനെയാണ് വിവേചന ബുദ്ധി എന്ന് പറയാം. വിവേകത്തോടുകൂടി പെരുമാറുക, ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. ഒരു സ്ഥലത്ത് ഇന്നതേ പറയാവൂ, ഇന്നത് പറയരുത് എന്ന് പറയുന്നത് വിവേക ബുദ്ധിയാണ്. വിവേകമില്ലാത്ത ഒരാളാണെന്ന് പറയും. കോമൺ സെൻസ് എന്ന് പറയുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ. തിരിച്ചറിവ് എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ. അറിവ് മാത്രമല്ല, തിരിച്ചറിവ്. ഇയാൾ ശരിയില്ല
എന്നാലും അയാളുടെ പിന്നാലെ പോകുന്ന കുറേ ആൾക്കാരുണ്ടാവും. അത് താൽക്കാലികമായിട്ടുള്ള ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും. അത് പിന്നെ എനിക്ക് തിരിച്ചടിക്കും എന്ന് തോന്നുമ്പോൾ അത് തിരിച്ചറിവാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നു, ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്. ഏത് കഴിച്ചാൽ ശരിയില്ല എന്നെനിക്ക് അറിഞ്ഞിട്ടും നമ്മൾ കഴിക്കുന്നു. എന്താ കാരണം? അദ്ദേഹം വിവേചന ബുദ്ധി കുറവായതുകൊണ്ടാണ്. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ബെനിഫിറ്റിന് ചെയ്യാതെ കുറച്ചും കൂടി ലോങ്ങറായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ആ അറിവ് വേറൊരു അറിവാണ്. പക്ഷെ അതൊരു ഒരു പ്രായം കഴിയുമ്പോഴല്ലേ ഞാൻ നേരത്തെ ചോദിച്ചുള്ളത്, ഈ അനുഭവ സമ്പത്തുണ്ടായി അയാൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അദ്ദേഹത്തിന് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു യുക്തിയുടെ തലത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. മൃഗങ്ങൾ അതുപോലെയാണ്. മൃഗങ്ങൾ അവരുടെ പൂർവികന്മാർ കഴിക്കുന്നത് കണ്ടിട്ടും, ഇപ്പോൾ പൂച്ച അല്ലെങ്കിൽ പട്ടികളൊക്കെ പുല്ല് തിന്നുന്നതാണ്. അവർക്കറിയാം ഇന്ന അസുഖം വന്നാൽ ഇന്ന മരുന്ന് കഴിച്ചാലാണ് മാറുക. അത് അവരുടെ പൂർവികന്മാർ അവരുടെ അനുഭവത്തിലൂടെ കണ്ട് പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന കുറേ സംഭവങ്ങൾ. മനുഷ്യന്മാരങ്ങനെയല്ല. നമ്മളെല്ലാം അനുഭവിച്ചിട്ട് ഒന്നുമല്ല, നമ്മൾ ബാക്കിയുള്ളവരുടെ ലെസൺസിൽ നിന്ന് പഠിക്കും. അപ്പോൾ ഈ ഇപ്പോൾ ഒരു തീ പോലെയുള്ളൊരു സാധനം, അത് തൊട്ടാൽ പൊള്ളും എന്നൊരു കുട്ടിക്കറിയാം. പക്ഷെ അതിൻ്റെ അടുത്തടുത്തടുത്തടുത്ത് കൈ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ തൊടാതെ തന്നെ അദ്ദേഹത്തിന് അറിയാം ചൂട് തൊട്ടാൽ ചൂട് ഇതിനേക്കാളും കൂടുതലാണ് അടുത്ത സ്റ്റെപ്പ്, ഇതിനേക്കാളും കൂടുതലാണ് അടുത്ത സ്റ്റെപ്പ്. അനുഭവിച്ചിട്ട് പഠിക്കുന്നത് നല്ലത്. ഡോക്ടർമാർ ചികിത്സിക്കുന്നത് അനുഭവിച്ചിട്ട് പഠിച്ചിട്ടല്ലല്ലോ. അവർ പുസ്തകത്തിൽ പഠിക്കുന്നു, തിയറട്ടിക്കലായിട്ട് പഠിക്കുന്നു, പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അറിയുന്ന പല കാര്യങ്ങളും ഈ ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരാൾ ഡയബറ്റിക് ആണെന്നോ അല്ലെങ്കിൽ പ്രഷർ ഉണ്ടെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തു, അയാളോട് ഡോക്ടർ പറയാണ് ഈ മരുന്ന് കഴിച്ചോ, ഷുഗറിന്റെ മരുന്ന് കഴിച്ചോ. അവിടെ നമ്മൾ ഡോക്ടറിന്റെ ബുദ്ധിയാണോ ഉപയോഗിക്കേണ്ടത് അതോ നമ്മുടെ യുക്തിയാണോ ഉപയോഗിക്കേണ്ടത്, ഇത് കഴിക്കണോ വേണ്ടോ എന്നുള്ളത്? ഇപ്പം ഡോക്ടർക്ക് യുക്തി ഉണ്ടെന്ന് വിചാരിക്കുക. യുക്തി ഉണ്ടെങ്കിൽ, യുക്തി ഇല്ലാത്ത ഡോക്ടർമാർ, അപ്പോൾ അവരൊരു ക്ലാസിഫിക്കേഷൻ, ഇന്നതാണ് അസുഖം, ഇന്നതാണ് കൊടുക്കേണ്ടതെന്ന് പറയും. പക്ഷേ അയാൾ കുറച്ചും കൂടി യുക്തിയുള്ളൊരു ഡോക്ടറാണ്, ബുദ്ധി മാത്രമല്ല. പഠിച്ച മരുന്ന് ഇന്നതാണ്, അല്ലെങ്കിൽ ഇപ്പം ഇൻ്റർനെറ്റിൽ നോക്കിയാൽ എല്ലാവർക്കും മരുന്ന് അറിയാം. പക്ഷേ ഒരു ഡോക്ടറുടെ കഴിവെന്താ വെച്ചാൽ ഇത് മാത്രമല്ല, ഇതിന് മറ്റും പല കാരണങ്ങളുണ്ടാവാം. അത് ഓരോ രോഗിയെയും വ്യത്യസ്തമായിട്ട് കാണണമെങ്കിൽ അവരെ പഠിച്ച് അവർക്കുള്ള മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ വിവേചന ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അവർ. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇപ്പം മിഷ്യൻസ് മതി, എല്ലാ പാരാമീറ്റേഴ്സും അടിച്ചു കഴിഞ്ഞാൽ നേരെ മരുന്ന് പ്രിസ്ക്രിപ്ഷൻ വരും. എന്തുകൊണ്ടാണ് മനുഷ്യനെ ഉപയോഗിക്കുന്നത്? നമ്മൾ പറയുന്ന കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പം എത്ര ഡോക്ടർമാർക്ക് അറിയാം ചിലപ്പോൾ ബ്രീത്തിങ് പ്രോബ്ലം എന്ന് പറയുന്നത് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, മൈഗ്രെയിൻ എന്ന് പറയുന്നത് ടെമ്മിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് പണ്ട് ആയുർവേദത്തിൽ ഇത്തരം യുക്തി ഉപയോഗിച്ചിട്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താണ് എന്നുള്ളതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട്. നമ്മൾ ഇന്നത്തെ ചികിത്സ എന്ന് പറയുന്നത് സിംറ്റം ബേസ്ഡ് ആണ്. രോഗിക്ക് സിംറ്റം മാത്രമേ അറിയുള്ളൂ, കോസ് അറിയില്ല. ആദ്യം നമ്മൾ ചികിത്സിക്കേണ്ടത് കോസിനെയാണ്. സിംറ്റത്തിന് മാത്രം ചികിത്സിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഹോമിയോപ്പതി എന്ന് പറയുന്ന ശാസ്ത്രം തന്നെ സിംറ്റം ബേസ്ഡ് മെഡിക്കൽ സയൻസ് ആണ്. അപ്പോൾ അത് പഠിക്കുന്ന ഒരാൾക്ക് അതിലപ്പുറം ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ആയുർവേദമാണ് ബാക്ക്ഗ്രൗണ്ടെങ്കിൽ നമ്മൾ കോസിനെയാണ് ആലോചിക്കുക, ഇന്ന കാരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വാദം, പിത്തം, കഫം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് കാരണം. അയാളുടെ ശരീരപ്രകൃതിയാണ് നമ്മൾ പറയുക. ഏതെങ്കിലും ബാക്കി മെഡിക്കൽ സയൻസിൽ ശരീരപ്രകൃതി പറയാറുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിലാണോ വന്നത് ആ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് നമ്മുടെ ലോജിക്ക് ഉണ്ടാവുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാരൻസും നമ്മുടെ പാരമ്പര്യവും നമ്മൾ പഠിച്ചതും ഇന്നത്തെ സാഹചര്യവും ഒക്കെ കോമ്പിനേഷനോട് കൂടി നോക്കിയിട്ട്, ഇപ്പം നമ്മൾ പഠിച്ച സ്ഥിതി പ്രകൃതിയും ആയിട്ട് വ്യത്യസ്തമുണ്ട് ഓരോ സ്ഥലത്തെ. അപ്പോൾ നമ്മുടെ നോളജ് കൂട്ടി വരുമ്പോൾ ഡയഗ്നോസിസ് പവർ കൂടും. നമ്മുടെ അസുഖം മാത്രമല്ലേ മിഷൻ ചോദിക്കുള്ളൂ. ഇന്ന് ടെമ്പറേച്ചർ എത്ര ഉണ്ടെന്ന് ചോദിക്കുമോ? പുറത്ത് ക്ലൈമറ്റിനെ കുറിച്ച് ചോദിക്കുമോ? ചോദിക്കില്ല. ഒരു ഡോക്ടർ ഇതൊക്കെ അറിയണം. പക്ഷെ സമൂഹത്തിൽ പലപ്പോഴായിട്ട് കാണപ്പെടുന്നത് ബുദ്ധിയുള്ള കുട്ടിയാകണം, നിനക്ക് ബുദ്ധി ഉണ്ടാകണം, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് നമ്മുടെ ഈക്വലായിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ കാണത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ആൾക്കാർ, നമ്മുടെ മുകളിലുള്ള ആ ഒരു ബുദ്ധിയുടെ ലെവലിലോ യുക്തിയുടെ ലെവലിലോ മുകളിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ അകറ്റി നിർത്താനല്ലേ ശ്രമിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ തപ്പി കഴിഞ്ഞാൽ തന്നെ കാണാം, കുറച്ച് കോപ്രായങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു പൊട്ടത്തരം കാണിക്കുന്ന ഒരാളെയാണ് സെലിബ്രിറ്റി എന്നും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ ചെറിയ പ്രായം മുതൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ 3-ാം ക്ലാസ് മുതൽ ഒരു 3 വയസ്സ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നതിൽ സാധാരണ നമ്മൾ പഠിപ്പിക്കേണ്ടത് കുട്ടികളെ ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്സ് ആണ്. ഇതിൽ ഈ പറഞ്ഞെല്ലാം പെടും. ഈ മെമ്മറൈസ് ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് ഒരു കാര്യം
എടുത്ത് കാണിക്കാൻ പറ്റുക? ഇപ്പം അച്ഛൻ്റെ പേര് എന്ന് പറയുന്നത് മെമ്മറൈസ് ചെയ്യാണ്. അത് ലോജിക് ഉപയോഗിച്ചിട്ട് അച്ഛൻ്റെ പേര് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ബുദ്ധി തന്നെയാണ് വേണ്ടത്. അപ്പോൾ അമ്മ ആരാണ്, അച്ഛൻ ആരാണ്, ബന്ധുക്കൾ ആരാണ്, എൻ്റെ നാട്ടിൻ്റെ പേരെന്താണ്, മഹാത്മാഗാന്ധി എന്നുള്ള പേര് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പിക്ചർ വരുന്നുണ്ട്. എന്താ കാരണം? നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി ഇങ്ങനെയാണ്. അത് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് പഠിക്കുന്നത് മെമ്മറൈസേഷനാണ്. അപ്പോൾ മെമ്മറി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ട് ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. ഈ മെമ്മറി ഉള്ളപ്പോഴേ എനിക്ക് ബാക്കിയുള്ളവരുമായിട്ടുള്ള ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പോ ഇദ്ദേഹം ഇങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്തത്, ആ ഫീച്ചറാണ് ഇയാൾക്കുള്ളത്, അതുകൊണ്ട് ഇതുപോലെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ ഒരാളെ കാണുമ്പോൾ ഇയാൾ ഇന്ത്യനാണ്, മറ്റൊരാളെ കാണുമ്പോൾ അയാൾ ഏത് രാജ്യക്കാരനാണ് ഗസ് ചെയ്യാനൊക്കെ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ അത് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകളിൽ നമ്മൾ ഓരോരാളെയും ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നന്നാക്കുക. അതിപ്പോൾ എങ്ങനെ നമ്മൾ നന്നാക്കുന്നത്? മെമ്മറിയിൽ കുറേ പിക്ചേഴ്സും കുറേ ലാംഗ്വേജസും കുറേ ഫീച്ചേഴ്സും കുറേ ആക്ഷൻസും അവരുടെ ബിഹേവിയർ പാറ്റേണും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും, ഓ ഇയാൾ ബംഗാളിയാണ്, ഇയാൾ തമിഴനാണ്, ഇയാൾ കേരളക്കാരനാണ്, ഇയാൾ ബ്രസീലിയനാണ്, ഇയാൾ പിന്നെ നേപ്പാളിൽ നിന്നാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അത് പറയാൻ പറ്റുന്നത് നമ്മൾ അത്തരം കുറേ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടിട്ടില്ല. ഇതുവരെ കാണാത്ത ഒരാളോട് ചോദിച്ചിട്ട് കാണിച്ചു കൊടുത്താൽ പറയാൻ പറ്റില്ല. അത് മെമ്മറി വേണം, കുറേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അതാണ് ഈ ഇൻ്റർപേഴ്സണൽ സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്യുന്നത് ചെറുപ്പം മുതൽ ഉണ്ടാവണം. പക്ഷേ യുക്തിവാദികൾ ഇതിനൊരു ആക്ഷേപമില്ല. കാരണം യുക്തിവാദികൾ എന്തും ചെയ്യുന്നത് സയന്റിഫിക് ബേസിസിലാണ്. അപ്പോൾ അവർ സയൻസ് പറഞ്ഞത് അപ്പാടി വിഴുങ്ങാനൊരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവില്ലേ? യുക്തിവാദി എന്നുള്ള പേരും എന്നാൽ യുക്തി അവർ ഉപയോഗിക്കുന്നുണ്ടാവോ? അല്ല, എല്ലാവർക്കും യുക്തിയുണ്ട്, അത് അവരവരുടെ യുക്തിയാണെന്ന് മാത്രം. പക്ഷെ അത് കോമൺ ആയിട്ട് അക്സെപ്റ്റബിൾ ആകുമ്പോഴാണ്, അതിപ്പോൾ ഞാൻ ഓരോ രാജ്യത്തും ജീവിക്കുമ്പോൾ ഓരോ കൾച്ചറിലും ജീവിക്കുമ്പോൾ ആ കൾച്ചറിന് ഉതകുന്നതാണ് അവിടുത്തെ യുക്തി. ശരി. ഇപ്പം ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരാളെ നമ്മുടെ വയസ്സിന് മൂത്ത ഒരാളെ പേരെടുത്ത് വിളിക്കുന്നത് ഒരു ഇന്ത്യക്കാരൻ്റെ അല്ലെങ്കിൽ മലയാളിയുടെ യുക്തിക്ക് അനുസരിച്ച് മോശമാണ്. പക്ഷെ അമേരിക്കയിൽ പേരെടുത്ത് വിളിക്കുന്നതാണ്, സെക്കൻഡ് നെയിം വിളിക്കുന്നതാണ് അവരുടെ മാനേഴ്സിൻ്റെ സിമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ ഈ കൾച്ചർ അനുസരിച്ച് കൂടെ മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കാലമനുസരിച്ച് മാറും, ഓരോ റീജിയൻ അനുസരിച്ച് മാറും, ലാംഗ്വേജ് അനുസരിച്ച് മാറും. ഇതൊക്കെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവാണ് സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത്. ആ സോഷ്യൽ സ്കിൽ നമുക്കുണ്ടാവണം. മാത്തമാറ്റിക്സ് പഠിക്കണമെങ്കിൽ കുറേ മെമ്മറി സ്കിൽ ഉണ്ടാവണം. ഇപ്പം ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും നമ്മൾ പഠിക്കുന്നത് ലോജിക് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊന്നുമല്ല. പക്ഷെ ചില മാത്തമാറ്റിക്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യും. പുതിയൊരു പ്രോബ്ലം വന്നു, അതിൽ നമ്മുടെ ലോജിക് ഉപയോഗിച്ച് മെമ്മറിയും കൂടി ആഡ് ചെയ്താലേ സൊല്യൂഷൻസ് പെട്ടെന്ന് കിട്ടുള്ളൂ. ഈ മെമ്മറി ഉപയോഗിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ് പലപ്പോഴും കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നതും അത് പലതരത്തിലും ഈ കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഗുണിക്കുന്നതും. അത്തരം കുറേ മെത്തേഡ്സ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ലോജിക് ഇല്ലെങ്കിൽ ഈ പറഞ്ഞു കൊടുത്തതല്ലാതെ പുതിയൊരു മെത്തേഡ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭഗവതിയായിട്ട്, മെമ്മറൈസ് ചെയ്യാനുള്ള കഴിവിൻ്റെ ഭഗവതിയായിട്ട്, വാക്കുകളുടെ ഭഗവതിയായിട്ട് പിന്നെ സരസ്വതിയെയും, ലോജിക്കായിട്ട് ചിന്തിച്ചിട്ട് പുതിയ നോളജ് ഉണ്ടാക്കുന്നത് അവരുടെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിരിക്കണം. ബ്രഹ്മാവ് എപ്പോഴും ക്രിയേറ്റീവാണ്, ഇന്നവേറ്റീവാണ്. അതുകൊണ്ടാണ് PhD ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ക്രിയേറ്റിവിറ്റി വേണം, ഇന്നൊവേഷൻ വേണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവുകൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത്തരം കൂട്ടുകാരുടെ കൂടെ ഉണ്ടാവണം, ആ ഒരു കൾച്ചർ ഉണ്ടാവണം, ആ ഒരു എൻവറോൺമെൻറ്റ് ഉണ്ടാവണം. അതല്ലെങ്കിൽ പഠിച്ചത് മാത്രം റിപ്പീറ്റ് ചെയ്യും. എന്തുകൊണ്ട് എന്ന് ചോദിക്കാനുള്ളൊരു കഴിവ്. ഞാൻ പണ്ടെപ്പോഴോ പറഞ്ഞിട്ടുള്ളതാണ്, ഓരോ ചെറു വസ്തുവിലും വിരൽ തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? എങ്ങനെ കിട്ടി എന്ന ചോദ്യം ബുദ്ധിയുള്ള ആളിന് ഉണ്ടാവണമെന്നില്ല, അത് ക്യൂരിയോസിറ്റി ഉള്ളവരിലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ആണ് ഏറ്റവും അത്യാവശ്യം. അത് ബുദ്ധിയുടെ ഭാഗമല്ല, നല്ല ബുദ്ധിയുള്ള കുട്ടികൾ. പക്ഷെ കുട്ടികൾ ജന്മം കൊണ്ട് ക്യൂരിയസ് ആണ്. ഏത് കുട്ടിയും ഓരോ സാധനവും തൊട്ടിട്ട് അതെന്താ, ഇതെന്താ, അതെന്താ, ഇതെന്താ എന്ന് ചോദിക്കും. അവരുടെ ക്യൂരിയോസിറ്റി അടിച്ചമർത്തുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. അതല്ലാതെ ആ ക്യൂരിയോസിറ്റിയെ വളർത്താനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ ഹൈലി ഇന്നോവേറ്റീവ് ആവും, ഹൈലി ക്രിയേറ്റീവ് ആവും. റിസ്ക്കാണ് എപ്പോഴും. പഠിച്ചത് അതുപോലെ എഴുതാൻ വലിയ റിസ്ക് ഒന്നുമില്ല. പക്ഷെ അപ്പം നമ്മൾ ചോദിക്കുമ്പോഴേ ഇപ്പം ഈ എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, സയൻസ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയൊരു കണക്കിലെ പുതിയൊരു മേഖല ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഈ യുക്തി കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു എന്ന് പറഞ്ഞൊരു ഫോർമുല നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ക്രിയേറ്റീവിൽ നോക്കിയാൽ എക്സിന് സാധ്യതയുണ്ട്, വൈക്ക് സാധ്യതയുണ്ട്.
ലോജിക്കലി അല്ലെ യുക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ എക്സിനും വൈക്കും പ്രാധാന്യം ഇല്ലെന്ന് നമുക്ക് പറയേണ്ടി വരത്തില്ല. അല്ല നമ്മൾ അത് ഈ തിയറട്ടിക്കലി പഠിപ്പിക്കുന്ന ആൾക്ക് ഇതേ ബോധം ഉണ്ടാവുക. ആ. പക്ഷെ ഇതിനൊക്കെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്. നമ്മൾ പഠിക്കുന്ന മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ഹ്യൂമാനിറ്റീസിൽ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും എക്കണോമിക്സും ഒക്കെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസം നമുക്കില്ലാത്തതാണ് ഈ തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാൻ കാരണം. അപ്പം നിങ്ങൾ ഏത് ഫോർമുല മാത്തമാറ്റിക്സിൽ എടുത്താലും അത് എവിടെയാണ് യൂസ് ചെയ്തത് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇതുവരെയുള്ള മിക്കവാറും അതല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പറയാൻ ഇന്ന് പറ്റില്ലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അങ്ങനെ അല്ലാത്ത ഒന്നും നമ്മൾ ആരെയും പഠിപ്പിക്കാറില്ല. ഇത് യൂസ്ലെസ് ആണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണെന്നേ പറയാൻ പറ്റൂ. അപ്പോൾ അത് ഈ യുക്തിവാദികളുടെ സംഭവം പറയുന്നത് പോലെ എന്താണ് യുക്തി ആണ് ചോദ്യം. ഇതെന്തിനാണ് ഞാൻ പഠിക്കുന്നത്? അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിലീവ് ചെയ്യും. എന്തിനാണ് ഭഗവാനെ വിശ്വസിക്കുന്നത്? ഭഗവാന്റെ കാര്യത്തിൽ മാത്രമല്ല യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ധാരണ ഈ ഭഗവാൻ ഉണ്ട് ഭഗവാൻ ഇല്ല എന്ന് പറയുന്നത് വാദിക്കുന്നവരാണ് സാധാരണ യുക്തിവാദികളെന്ന് നമ്മൾ പറയാം. ഇല്ല എന്ന് വാദിക്കുന്നവർ യുക്തിവാദികളും അല്ലേ എത്തീസ്റ്റ് എന്ന് പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് നേരെ ഓപ്പോസിറ്റുമാണ്. അത് തെറ്റാണ്. യുക്തിവാദം ശരിക്കും വേണ്ടത് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഒരു യുക്തിവാദിയോട് ചോദിക്കുക അതെങ്ങനെയാണ് അങ്ങനെയായത്? അയാൾ ബൈഹാർട്ടോടിക്കല്ലേ ചെയ്തത്? ആരോ പറഞ്ഞത് വിശ്വസിക്കല്ലേ ചെയ്തത്? അത് പ്രൂവ് ചെയ്യേ. ആ പ്രൂവ് ചെയ്താലേ അയാൾ യുക്തിവാദിയാവുള്ളൂ. ഈ യുക്തി എന്തിനാണ്? ദൈവത്തിൻ്റെ കാര്യത്തിൽ മാത്രം. ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യുക അതറിയാണ്ട് ഞാൻ കഴിക്കില്ല. അങ്ങനെ കഴിക്കാൻ പറ്റുമോ? യുക്തിവാദി കഴിക്കരുത്, എന്നാലും ഭക്ഷണം കഴിക്കരുത്, അറിഞ്ഞിട്ടേ കഴിക്കാവൂ. എല്ലാത്തിനും യുക്തി കാണണ്ടേ? ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും യുക്തി കാണുമ്പോഴാണ് നമ്മൾ യുക്തിവാദിയാവുക. അതല്ലെങ്കിൽ അയാൾ റിലീജിയസ് യുക്തിവാദി എന്ന് വിളിക്കേണ്ടി വരും. നിരീശ്വരവാദി എന്ന് വേണം വിളിക്കാം. നിരീശ്വരവാദി എന്ന് വിളിക്കുമ്പോൾ തന്നെ അതിൽ ഈശ്വരനുള്ളത് കൊണ്ട് അയാൾ വിശ്വസിച്ചു വന്ന ഒരു സംഭവമായിരുന്നു പിന്നെ അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഈശ്വരവാദിയായിരുന്നു. അങ്ങനെയുള്ള പലരും പിന്നെ കുറേ കാലം കഴിയുമ്പോൾ പിന്നെയും ഈശ്വരവാദിയായിട്ടുള്ള കുറേ ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ ആ സമയത്തുള്ള ചിന്തകളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ സമയത്തുള്ള അറിവോ അല്ലെങ്കിൽ അറിവുകേടോ അല്ലെങ്കിൽ അതിനെ റിസർച്ച് ചെയ്യുന്നവരോ ഒക്കെ ആയിട്ട് മാറുന്നത് നല്ലതാണ്. ഇപ്പോൾ യുക്തിവാദികളൊക്കെ നല്ല ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ആ യുക്തി ഉപയോഗിച്ചിട്ട് വാദിച്ച് നമുക്കറിയില്ലല്ലോ ജഡ്ജ് എന്താ തീരുമാനിക്കുന്നതെന്ന്. വാദിക്കുന്ന സമയത്ത് ജഡ്ജ് അവസാനം എന്താ തീരുമാനിക്കുന്നത് നമ്മളെങ്ങനെ അറിയാം? ഇല്ലേ? അപ്പോൾ ആ വാദങ്ങൾ കേട്ട് മറ്റുള്ളവരുടെ വാദങ്ങളും കേട്ട് തിരിച്ചറിവ് വരുന്നൊരു കാലം വരും. അപ്പോൾ അയാൾ തീരുമാനിക്കും ഇതാണ് ശരി. അപ്പോൾ യുക്തിവാദികളൊക്കെ പിന്നെ പലപ്പോഴും അവരുടെ വാദങ്ങൾ ജഡ്ജിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിട്ടുണ്ട്.